കട്ടപ്പന വെള്ളയാംകുടി സെന്റ് ജെറോംസ് യു.പി. സ്കൂളിന്റെയും സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെയും കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെയും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സന്ദേശയാത്ര നടത്തി. മുനിസിപ്പൽ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ലഹരിവിരുദ്ധ സന്ദേശയാത്ര നടത്തിയത്. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. റൈസ് ഫോർ ലൈഫ് എന്ന പേരിൽ ചെയ്തിരിക്കുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്ര സ്കൂൾ മാനേജർ മോൺസിഞ്ഞോർ എബ്രഹാം പുരയാറ്റ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കട്ടപ്പന മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നടന്ന ലഹരിവിരുദ്ധ സന്ദേശ പ്രചരണ പരിപാടി മുനിസിപ്പൽ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരണ പരിപാടിയുമായിട്ടാണ് വെള്ളയാംകുടി സെന്റ് ജെറോംസ് യു.പി. സ്കൂൾ അതിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി ഈ ആൻറ്റി ഡ്രഗ് പ്രോഗ്രാം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതിൽ ആ സ്കൂളിൻ്റെ അധികൃതരെയും നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മൾ വേണമെങ്കിൽ ഒരു യോഗവും ഒക്കെ നടത്തി ഒരു ജൂബിലി ആഘോഷം നമുക്ക് നടത്തി വിടാമായിരുന്നു. അതിനേക്കാൾ ഉപരി ഒരു ജനോപകാരപ്രദമായ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തണമെന്നുള്ള നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളിൽ നടന്നു വന്നിരുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ വിവിധ സംഘടനകളുമായി ചേർന്ന് ലഹരിവിരുദ്ധ സന്ദേശയാത്ര നടത്തിയത്. റൈസ് ഫോർ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ സ്വകാര്യ KSRTC ബസ്സുകളിലും ബസ് സ്റ്റാൻഡിലെ ഷോപ്പുകളിലും ലഹരിവിരുദ്ധ പോസ്റ്ററുകൾ പതിപ്പിച്ചു. കട്ടപ്പന എക്സൈസ് ഓഫീസർ മനോജ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികൾ ഫ്ളാഷ് മോബും അവതരിപ്പിച്ചു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ഷാജി മാത്യു, സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിനോയ് മഠത്തിൽ, PTA പ്രസിഡന്റ് ജെയിംസ് വർഗീസ്, ജിൻസി മോൾ, TH പ്രശാന്ത് രാജു, അനൂപ് മത്തായി തുടങ്ങിയവർ സംസാരിച്ചു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ, KSRTC ജീവനക്കാർ, വ്യാപാരി വ്യവസായി ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.